ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസ 5ാം ക്ലാസ്സിൻ്റെ അഹ്കാമു തജ്വീദിലെ അദ്ദർസു താസി 9ാമത്തെ പാഠം മഹാരിജുൽ ഹുറൂഫ് 3. മഹാരിജുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ മഹ്റജുകൾ, അത് 3ാം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ മഹ്റജുകളെ കുറിച്ച് പഠിച്ചു. നാവ്, തൊണ്ട, തരിമൂക്ക്, ചുണ്ടുകൾ, വായയുടെ ഉൾഭാഗം. അപ്പം അതിൽ നാവിൻ്റേതാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ പാഠത്തിൽ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചു. ഇനി ഇതിൽ കുറച്ച് അക്ഷരങ്ങളൂടെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? നാവിൽ നിന്ന് പുറപ്പെടുന്ന 18 അക്ഷരങ്ങളിൽ 9 അക്ഷരങ്ങൾ നാം പഠിച്ചു. ബാക്കി 9 അക്ഷരങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച അക്ഷരങ്ങളൊക്കെ എല്ലാവരും നന്നായി പഠിച്ചു കാണില്ല. ഇനി ബാക്കി 9 അക്ഷരം, 18 അക്ഷരങ്ങളാണെന്ന് പറഞ്ഞ് അതിൽ ബാക്കി 9 അക്ഷരം. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. തോ താ ദാല്. തോ താ ദാല്. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും നിന്നാണ് ഈ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അടുത്തതാ, നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. നാവിൻ്റെ അറ്റം നമ്മുടെ 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും ടച്ച് ചെയ്തിട്ടാണ് എന്ത്? സോദ് സായി സീന്. സോദ് സായി സീന് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമ്മൾ നാവ് എവിടെ തട്ടണമെന്നൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. അടുത്തതാ, നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. ലോ സാ സാല്. ലോ സാ സാല്. അപ്പോൾ ഇവിടെ 9 അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കാം മഹ്റജുകൾ എവിടെയാണ് എന്നുള്ളത്. ഇനി ഇവിടെ താഴെ ഉദാഹരണം തന്നതാണ് ഈ അക്ഷരങ്ങളോട്. അപ്പോൾ ഇതിൽ നമ്മൾ ആയത്തോത അക്ഷരങ്ങൾ മഹ്റജുകളൊക്കെ ശ്രദ്ധിച്ച് ആ സ്ഥലത്ത് നിന്ന് തന്നെയാണോ പുറപ്പെടുന്നതെന്ന് നിങ്ങൾ ഓതി മനസ്സിലാക്കുക. പിന്നെന്താണ്? തഹസീസ് വരുന്നത് എന്താണ്? നക്ര സൂറത്ത് മറിയം വ തോഹ. മറിയം സൂറത്തും തോഹ സൂറത്തും 1 മുതൽ 87ാമത്തെ ആയത്ത് വരെ മഹാരിജുൽ ഹുറൂഫൊക്കെ മനസ്സിലാക്കി ഓതാനാണ്. പിന്നെ മനപ്പാടാക്കേണ്ട സൂറത്ത് യാസീന് 41ാമത്തെ ആയത്ത് മുതൽ 45ാമത്തെ ആയത്ത് വരെയും റാത്തീബ് ഹദ്ദാദിൽ നിന്ന് ആയത്തുകളും. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ നാവിൻ്റെ മഹ്റജിൽ നിന്ന് വരുന്ന ചെറിയ പാഠങ്ങളാക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജുകൾ കാണാതെ പഠിക്കുക. എന്താണ്? നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം താഴെ കൊടുത്ത അക്ഷരങ്ങളുടെ മഹ്റജുകൾ എഴുതാനാണ്. സാ സാഇൻ്റെ മഹ്റജ് ഏതാണ്? നമ്മൾ 3 അക്ഷരങ്ങൾ ചേർത്താണത് പറഞ്ഞത്. അതിൽ ഒരക്ഷരമായ സാ തന്നതാണ്. എന്താണ്? നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും ആണ് സാ. അപ്പോൾ ഇതുപോലെ ഇനി ലോ തരാം, സാല് തരാം. അപ്പോൾ ഒക്കെ അതന്നെയാണ്. ഞാ സായി. സായി എന്താണ്? നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. അത് സോദ് സായി സീന്. അപ്പോൾ ഇവിടെ സായി ആണ് തന്നത്, മനസ്സിലാക്കുക. അടുത്തതിന് താ. എന്താണ്? നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. അതിൽ തോ ഉണ്ട്, താ ഉണ്ട്, ദാലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്കിവിടെ മാച്ച് ചെയ്യാനാണ്. മാച്ച് ചെയ്യാൻ തന്നത് എന്താണ്? നമ്മളിവിടെ പറഞ്ഞത് തന്നെയാണ്. തോ തോ ഇൻ്റെ എന്താണ്? നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും സി. അപ്പോൾ അത് എഴുതാം. പിന്നെ സ്വാദ്, നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും എ. ഇനി ലോ, നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. അപ്പോൾ അതിൻ്റെ ബി. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ ഉള്ള മറ്റക്ഷരങ്ങൾ തന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അക്ഷരങ്ങൾ ഓർഡറിൽ പറഞ്ഞ് പഠിക്കുക. തോ ത ദാല്. പിന്നെ സോദ് സായി സീന്. ലോ സാ സാല്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക.
അപ്പോൾ ഇത് ചെറിയ ചെറിയ പാഠങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ഓരോ പാഠത്തെയും തരുന്നത്. നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത്. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.